ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഭയങ്കര മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങിയതാണ്. കവർ തലമിട്ടാളോ? കവർ തലമിട്ടാളോ? അപ്പോൾ എന്തായാലും നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയാണ്. ഇവിടെ നിൽക്കാച്ചോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു വാലുണ്ട് പിന്നാലെ. ഇതാ എൻ്റെ വാലാണ്. എൻ്റെ പെങ്ങളെ മോള് വാല് അതന്നെ. അപ്പോൾ ഞങ്ങൾ നേരെ എവിടെ എന്നെ കാണില്ല, ഇങ്ങോട്ട് നിൽക്ക്. അപ്പോൾ ഞങ്ങളടുത്ത് വീടിൻ്റെ അടുത്ത് പുഴയുണ്ട്. പുഴയത് കാണാൻ വേണ്ടി പുഴയൊക്കെ നിറച്ച് വെള്ളമായിട്ട് ഫുള്ള് നല്ല വെള്ളം ഉണ്ടാവുക തോന്നില്ല, ഒരു മീഡിയം വെള്ളം ആയിട്ടുണ്ടാവും പുഴയിൽ. അപ്പം നമ്മൾ ഈ പുഴ കാണാൻ വേണ്ടി പോവാണ്. നടക്കാൻ കെട്ട് തലമ്മ കവറിട്ടോളുണ്ട്. വാ വെറുതെ ഒന്ന് പോയേക്കാനാ. പോയാൽ വെള്ളം ഉണ്ടോ? ഇതാണ് നമ്മളെ വഴി കേട്ടോ. കുറേ കാലമായി വഴി ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട്. കോൺക്രീറ്റ് ചെയ്യാന്ന് പറയില്ല. ഇത് കോൺക്രീറ്റിങ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഈ വഴിപാട് റെഡിയായ റാത്തായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നേരെ പുഴയ്ക്ക് പോയേക്കാം. നിങ്ങൾ ആകെ ഫുൾ പൊന്തേനെ വഴി പറഞ്ഞു കൊടുത്തു. പിന്നെ മെയിൻ റോട്ടിക്ക് ഇതവിടുന്ന് കുറച്ചുള്ളൂ. നമുക്ക് ഒരു മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ മെയിൻ റോട്ടിക്ക്. ഉണ്ടോ? നിങ്ങൾ വാങ്ങോട്ടോ. കണ്ടോ, ഇതാണ് ഞങ്ങളെ റോഡിൻ്റെ അവസ്ഥ. കണ്ടോ, ചെമ്പർ റോഡാണ്, പൊട്ടി പൊളിഞ്ഞ് ആകെ തരിപ്പണമായ റോഡാണ്. വേണ്ടട്ടോ, ശ്രദ്ധിച്ച് നടക്ക് വേല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം വരവാട്ടോ. ഇത് നമ്മളെ പുഴയൊക്കെ ഇറങ്ങുന്ന വഴിയാണ്. കണ്ടോ, റോട്ടിൽ നിന്ന് നേരെ ഇതിവിടെ നമ്മളിവിടെ സർവീസ് സ്റ്റേഷൻ വരുന്നുണ്ട്. വണ്ടിയൊക്കെ കഴുകുന്ന ഒരു സർവീസ് സ്റ്റേഷൻ വരുന്നുണ്ട്, വാഷ് ചെയ്യണ. അപ്പോൾ ഇവിടെ ആകെ വെള്ളം വന്നിട്ട് മണ്ണ് കുത്തി ഒലിച്ച് പോയിക്കണ്. ശ്രദ്ധിച്ച് നടക്കിട്ടുണ്ടോ, വെള്ളം നല്ല കൂടി വരുന്നുണ്ട്. അങ്ങോട്ട് പോലെ അജുവോ. പെട്ടെന്നാണ് വെള്ളം കൂടി. അജു പോലെ കേട്ടോ. ഇതാണ് നമ്മളെ പുഴയുടെ അവസ്ഥ. ഇത് നമ്മളെ തിരുവപ്പുറ പുഴയുടെ അവസ്ഥയാണിത്. പെട്ടെന്ന് വെള്ളം കൂടി വരുന്നുണ്ട്. നമ്മളെ തിരുവപ്പുറ പാലത്തിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തായിട്ട്. പക്ഷെ ഇവിടെ മരങ്ങളൊക്കെ കാരണേ അത് കാണൂല. കണ്ടാ, ഇങ്ങോട്ട് പോകാൻ വയ്ക്കൂല. പണ്ട് വയ്ക്കാറിന് വെള്ളം ഇത് കൂടിയില്ലേ, അത് കൂടിയില്ലേ. അപ്പം എന്താ വെച്ചാൽ വെള്ളം നല്ല വരവാ. ഇങ്ങനെ കുറച്ച് ദിവസം നിൽക്കാതെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി. ഈ വെള്ളം ഒന്നും ഇവിടെ നിൽക്കൂല. വെള്ളം പിന്നെ മൊത്തത്തിലവിടെ കയറും എല്ലായിടത്തും. എന്തായാലും വെള്ളം കയറാതിരിക്കട്ടെ. വെള്ളം കയറി മടുത്തിക്കണം. എൻ്റെ വീട്ടിലൊക്കെ ഇതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വെള്ളം 2-3 പ്രാവശ്യം വെള്ളം കയറിയതാണ്. നമ്മൾ ഏകദേശം ജനലിൻ്റെ ഒപ്പം വെള്ളം കയറിയതാണ്. എന്തായാലും ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കട്ടെ. മഴ പെയ്യണം, മഴ പെയ്യാതിരിക്കണമെന്നില്ല, മഴ പെയ്യണം. പക്ഷേ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മഴ പെയ്യാതിരിക്കട്ടെ എന്തായാലും. ഇല്ല, ഇത് വഴി, ഈ വഴിക്ക് കയറാൻ ഒരു പണിയില്ല. റോഡ് മറിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളെ വരേക്കാം. അങ്ങനെ തന്നെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്തൊക്കെ വെള്ളം കയറല്. ഇതാണ് അവസ്ഥ. അടുത്ത മഴ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോകും. മഴ വന്നറിയാം എന്താ, മഴ വന്നോട്ടെ, കുഴപ്പമില്ല. അജോ, അടുത്ത മഴ ചാറുണ്ട് കേട്ടോ. നല്ല മഴ വരാൻ പോണ്. അങ്ങോട്ട് പോലെ. അപ്പം ഞങ്ങൾ അടുത്തൊരു മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പം നമ്മൾ ആ മഴ വന്ന് പോയോ. കുറേ നേരമായി ആ മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മഴ വരിക പോവുക അങ്ങനെ ഇരുന്നു. ഇപ്പം ചെറുതായി തുടങ്ങിക്കുന്നു മഴ പെയ്തില്ലേ. നല്ല പെയ്യട്ടെ. പുഴയിൽ നല്ല കുത്തൊഴുക്ക് ഉണ്ട്. വെള്ളം ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇതങ്ങനെ പോരുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആ വി മോഡൽ കണ്ടില്ലേ, അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഓ, നല്ല മഴ പെയ്ത്. ഇതാ ഇപ്പൊ മഴ ചെയ്തില്ലേ, അടിപൊളി മഴ. പുഴയിൽ നിന്ന് നല്ലൊരു മഴ കണ്ടോ, അടിച്ചാ പൊളി മഴ. ഒരു രക്ഷയുമില്ല ഗായ്സ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ മഴ അങ്ങനെ ഞങ്ങൾ ഇവിടെ കാട്ടുന്ന പോലെ മഴ ഇവിടെ നിന്നിട്ട് മഴ പെയ്തിട്ട് പോവാശ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പോയ സ്ഥലം
അപ്പോൾ എന്തായാലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയ സ്ട്രോങ് ഇല്ല, ഉണ്ടോ ചെറിയൊരു ലെവൽ. ഇനി പോവല്ലേ പോവാ, കാരണം വലിയ മഴ ഇല്ല. വാ ആ പാൻറ് കയറ്റിച്ചാളാ ചെറുതായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ പുഴയുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോട്ടെ. പക്ഷേ വാ ആ തലമ കവർ ഇട്ടാ, നല്ലപോലെ കവറിട്ടാ തലമൊക്കെ വെള്ളം. അപ്പോൾ നല്ല വെഴുക്കലാണ് ഇവിടെ. വാ സൂക്ഷിച്ചു വാ. ഇതാണ് നമ്മളെ റോഡാണ്, പുഴയൊക്കെ ഇറങ്ങുന്ന റോഡാണിത്. മെയിൻ റോഡ്. എന്താ ഇവിടെ കയറി. അങ്ങനെ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ എന്നാ വന്ന് നാളെ പോവാ. എന്ത് 2 ആഴ്ച ലീവിന്? ഡോക്ടറെ കാണിച്ചാ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സൗദിയിൽ തന്നെയല്ലേ ഇപ്പോൾ? കണ്ടില്ല, ഇപ്പോൾ സെപ്റ്റംബറിൽ വരും. വെള്ളപ്പൊക്കം ഉണ്ടാവുന്നില്ല, അത് എന്താ അറിയില്ല. നല്ല വെള്ളം വരവുണ്ട്, നല്ല വരവാ. ഇപ്പം ഞങ്ങൾ ഒരു ഏകദേശം 1/2 മണിക്കൂർ 3/4 അവിടെ നിന്ന്, പക്ഷേ വെള്ളം ഇങ്ങനെ കൂടി വരിക. ഇങ്ങോട്ട് ഇപ്പം നമ്മളെ വഴി ഉണ്ടല്ലോ, അവിടേക്ക് കയറി വരുന്നുണ്ട്. ശരി എന്നാ. അപ്പം എന്തായാലും ഗൈസ്, അപ്പം നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഓ ഗൾഫിൽ നിന്ന് വന്നിക്കാണ്. അപ്പോൾ പെട്ടെന്ന് വന്നതാണ്, അപ്പോൾ എന്തൊക്കെ അസുഖമായിട്ട് വന്നതാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കൊണ്ട് വന്നാണ്. ആ തലമ്മ സാധനം ഇട്, ആ തലമ്മ കവറിട്. നമ്മുടെ ഡിവൈൻ ബസ് എന്താ പറയുക, കണ്ണുകൾ എന്താ പറയുക, കട്ട കുത്തിയ മഴക്കാറാണ്. എന്ത് മഴയാണ്, നല്ല വ്യൂ ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എവിടുക്കാ പോണേ? റോഡുക്കാ ഇന്ന് വർക്കില്ലേ? ഇല്ലേ? അപ്പോൾ നമ്മളെ നാടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ നാടെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലം ഒരു ആലപ്പുഴ ഒരു വൈബാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് ആലപ്പുഴ വൈബ് എന്ന് പറഞ്ഞാൽ. ഉണ്ടോ ഇതിങ്ങനെ പുഴയണ്ടാ, സോറി പാടം. ഇതിങ്ങനെ പാടാകുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡുണ്ട്, ഫുള്ള് രസം. ഇതിപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഫുള്ള് പാടം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഏകദേശം നമ്മൾ ഈ റോഡിൻ്റെ വക്കിനായിട്ട് ഇങ്ങനെ നിൽക്കും. വെള്ളപ്പൊക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ വക്കിൽ നിന്ന് കയറും, ഒക്കെ പാടെ പോവും. അത് വേറെ കാര്യം. ഇതാണ്ടാ വണ്ടി പോകണ്ട നിങ്ങൾ ആ സൈഡിൽ കൂടെ. പിന്നെ നമ്മളെ പള്ളിയുടെ ഒന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് റോഡ് വേറെ ഉണ്ട്. നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഷെസുവിനെ കൊണ്ടാവാതെ പോയിക്കണം കേട്ടോ. ഷെസുവോ ഇജെവിടെ? ഞങ്ങൾ പുഴയ്ക്ക് പോയല്ലോ അല്ലേ? ഞങ്ങൾ പുഴയ്ക്ക് പോയി ഒക്കെ വന്നല്ലോ. ഇജെവിടെ ഇരുന്ന്? ഞാൻ പോട്ടെന്നാ. അപ്പോൾ എന്തായാലും നമ്മളെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.